ഷോർട്സ് അല്ല, വീഡിയോ. ഹലോ ഹായ്, ഞങ്ങൾ ബസ്സിലാണ്. ഞങ്ങൾ ആകാശത്ത് പോവാം. ബസ്സിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ബസ്സേ ശരണം. ഇവർക്ക് വണ്ടിയുണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. പകുതി വരെ വരത്തുള്ളൂ. റോഡിലൊന്നും ഇറങ്ങത്തില്ല പുള്ളിക്കാരി. വണ്ടിയുണ്ട്, സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട്, ലൈസൻസ് ഇല്ല. വണ്ടി ഓടിക്കാനും അറിയാം. അതെ, പകുതി വെച്ചിട്ടാണ് എന്തോ ചെയ്യാനാണ്. അതങ്ങനെ. എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല. വീട്ടിൽ വണ്ടി ഇരിപ്പോട്ട്. ഞങ്ങളുടെ അറ്റോര് സ്ഥിരം. ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളും ബസ്സിലായിരിക്കും. കാരണം ഞങ്ങളൊരാവശ്യത്തിന് പത്തനംതിട്ട വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ട്രാവലിംഗ് ആണ് നമ്മുടെ ഉദ്ദേശം. പത്തനംതിട്ടയൊക്കെ ഒന്ന് കാണാമല്ലോ, പിന്നെ നമ്മുടെ ആവശ്യവും നടക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലെത്തി. അപ്പോൾ നമ്മൾ എപ്പം ബസ്സിനകത്ത് കയറിയാലും ഇതുപോലെ സൈഡ് സീറ്റ് പിടിക്കുക, ഇരിക്കുക, കുറേ ദൂരം. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ തട്ട വഴി വരേണ്ടത് ഞങ്ങൾ ഏഴംകുളം പറക്കോട് വഴി വരും. അത്രയും നേരം ബസ്സിലിരിക്കാമല്ലോ. ബസ്സിലെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ചേച്ചിയെ കിട്ടി. അങ്ങനെ ഒരു ഓട്ടോ ചേച്ചിയുടെ കൂടെ നമ്മൾ എവിടെയാണ് പോയത്, സ്ഥലപ്പേര് എന്തായിരുന്നു, കുമ്പഴ, അവിടെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഓട്ടോയിൽ വന്നു, ഇറങ്ങി. അതിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെ പോയിട്ട് നമ്മൾ അടുത്തുള്ള കടയിൽ കയറി. അവിടെ നോക്കിയപ്പോൾ ഉണ്ട് ബാലരമ, കളിക്കുടുക്ക, അങ്ങനെയുള്ള ബുക്കുകൾ കിടക്കുന്ന. പണ്ട് ഇത് കണ്ടാൽ വിടത്തില്ലായിരുന്നു, വാങ്ങിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര നോസ്റ്റാൾജി. നമ്മുടെ മായാവി, കുട്ടൂസൻ, അതൊക്കെ ഭയങ്കര നോസ്റ്റാൾജി. അവിടെ ഇരുന്നൊരു അങ്കിള് ഞങ്ങളെ കളിയാക്കി. ഇപ്പോൾ ഈ ബാലരമയ്ക്ക് 25 രൂപ, ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് 13 രൂപയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കുറേ മുട്ടായിസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ആ മഞ്ഞ മുട്ടായി ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ നമ്മൾ കാണുന്ന അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഇതൊക്കെ പണ്ട് നമ്മൾ കുഞ്ഞിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 25 പൈസ 50 പൈസക്കൊക്കെ മുട്ടായി ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു ടേസ്റ്റ് ഇപ്പോൾ പഴയകാല മുട്ടായി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പാക്കറ്റുകളിലൊക്കെ വയ്ക്കുമല്ലോ, അതൊന്നും ആ ഒരു ടേസ്റ്റേ ഇല്ല. ഞാൻ എന്തൊക്കെ മുട്ടായി കഴിച്ചിട്ടുണ്ട്, ഒട്ടും ടേസ്റ്റ് ഇല്ല. അടൂര്, കടമനാട്, ഇവളുടെ അടൂര്, പറക്കോട്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ വന്നു. ബസ്സിനകത്ത് കയറി. ഇതൊരു 1.5 ബസ്സായിരുന്നു. പറക്കോട് ഏഴംകുളം വഴി പോകുന്ന ബസ്സാണ്. അപ്പം അവക്കും അവിടെ സ്ഥലത്ത് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ബസ്സിനകത്ത് കയറിയത്. ഇപ്പോൾ കയറി കഴിഞ്ഞ് നമ്മൾ പത്തനംതിട്ട കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് പോയിരുന്നത്. കാരണം എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാമല്ലോ. പോകുന്ന വഴി നമ്മളൊരു കുളമൊക്കെ കണ്ടു. കുളത്തിലെടുത്ത് ചാടിയാലോ എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ചൂടാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ പോകുന്ന വഴി നമുക്ക് പാടങ്ങളുണ്ട്, തോടുകളുണ്ട്. പത്തനംതിട്ട വന്നാൽ അറിയാം. പത്തനംതിട്ട ഉള്ളവരും പത്തനംതിട്ട റാന്നി ഭാഗമൊക്കെ, റാന്നിയിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഈ കാടുകൾ, മരങ്ങൾ, നല്ല രസമാണ്. ഈ പത്തനംതിട്ടയിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനും അടിപൊളി രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരും സഞ്ചരിക്കാത്ത ഒരു വഴി കൂടെ പോവുകയാണ്. അപ്പം ഏഴംകുളം കൈപ്പട്ടൂർ കഴിഞ്ഞിട്ട് എന്തോ ഒരു റോഡ് പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതോ ഒരു ഇടവഴി കൂടാണ് ഇപ്പം ബസ്സുകളൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു വഴി കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴി കൂടെ വരുന്നത്. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാം. ചെറിയൊരു സ്ഥലമാണ്. മരങ്ങളൊക്കെ നമ്മുടെ ബസ്സിനകത്ത് കിടക്കുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് എവിടെ പോവാ, പേടിച്ചിട്ടാണെങ്കിൽ ഒട്ടും വയ്യ. നല്ല രസമായിരുന്നു. പക്ഷെ അടിപൊളി യാത്രയാണ് കേട്ടോ. നമ്മുടെ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത് പോലെ നമുക്കിപ്പം കാറിനകത്ത് യാത്ര ചെയ്താൽ പോലെ ആ ഒരു സുഖം കിട്ടത്തില്ല. നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ സ്ഥലം എത്തിയപ്പോൾ അവൾ ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ വണ്ടി അപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെത്തിയില്ല. ഞാൻ കടമ്പനാട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി. അത് കഴിഞ്ഞ് പച്ചക്കറി എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വെളിയിൽ നിൽക്കും. അപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ ചാറ്റൽ തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് കുറേ പട്ടികളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ഫുഡ് ഒരു ചേട്ടൻ വന്ന് ഇട്ട് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ എന്നെ കടിക്കുമെന്ന് പേടിച്ച് ഞാൻ ഒരു ഒഴിഞ്ഞാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോഴത്തേനും ഇടി നല്ലതുപോലെ തുടങ്ങി. പെട്ടെന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ നല്ല ചക്കയും ചോറും ഒക്കെ റെഡി ആയിരിക്കുന്നു. അങ്ങനെ മഴയും ചക്കയും മീൻകറിയൊക്കെ. ചക്ക ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. ചക്ക അടിപൊളിയായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.